RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ തൊട്ടു മുമ്പ് നടന്ന റിയൽ മാഡ്രിഡ് വിസസ് റയൽ സൊസിഡാഡ് മത്സരത്തെ കുറിച്ചാണ്. ഈ പാറിയ മത്സരം എന്ന് പറഞ്ഞ പോലെ തന്നെ തീ പാറിയ മത്സരം. നമ്മളെല്ലാവരും പ്രതീക്ഷയിൽ വിപരീതമായിട്ട് റയൽ സൊസിഡാഡ് 4-4 എന്ന സ്കോറിലാണ് റയൽ സൊസിഡാഡ് ഇന്ന് സമനില പിടിച്ചത്. പക്ഷെ നിർഭാഗ്യവശാല് ഒരു ഗോളിന്റെ ലീഡ് ഫസ്റ്റ് ലേക്ക് കിട്ടിയ കാരണം ആ ഒരു ഒറ്റ ഗോളിന്റെ ലീഡില് ഇന്ന് റയൽ മാഡ്രിഡ് രക്ഷപ്പെട്ടെന്ന് പറയാം. സത്യമായിട്ട് രക്ഷപ്പെട്ടു തന്നെ പറയണം. അമ്മാതിരി കളിയാണ് റയൽ സൊസിഡാഡിന് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാല് കോർണേഴ്സിൽ ഒരു പ്ലേയേഴ്സിനെ ഫ്രീ ആക്കി വിടാം. റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സിനെ ഫ്രീ ആക്കി വിട്ട് തന്നെ ഗോള് കയറിയതാണ്. അതേപോലെ തന്നെ അവര് എക്സ്ട്രാ ടൈം 30 മിനിറ്റ്സ് എക്സ്ട്രാ ടൈം കിട്ടിയ ആ ഒരു ടൈമിൽ അറ്റാക്കിങ്ങിനെ പോയില്ല, ഫുള്ളി ഡിഫൻസ്. റയൽ മാഡ്രിഡിനെ പോലെ ഒരു ക്ലബിനോട് ഡിഫൻസ് കളിച്ചാൽ കിട്ടാവുന്ന അവസ്ഥ അറിയാലോ. അതും 80 മിനിറ്റിന് ശേഷം റയൽ മാഡ്രിഡിനോട് ഒരിക്കലും ഡിഫൻസ് കളിക്കരുത്. പരമാവധി അറ്റാക്ക് കളിക്കുക, അവരുടെ ബോൾ കയ്യിൽ വശം വെക്കുക. ബോൾ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ആ ഒരു 80 മിനിറ്റ്സിന് ശേഷം. ഇതില് റയൽ സൊസിഡാഡ് ട്രൈ ചെയ്തത് മിക്കവാറും പെനാൽറ്റി കൊണ്ടുപോകാനാണ് കളി. അവർക്ക് അവിടെയാണ് എന്താ പറഞ്ഞാല് ഈ ഒരു കളി ഇനിയിപ്പോ അറ്റാക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ ഗോൾ വീഴുന്നുള്ളൊരു തിരിച്ചൊരു അടി ഉണ്ടാവും. അത് റയൽ മാഡ്രിഡ് റയൽ സൊസിഡാഡ് ആദ്യത്തെ ഗോൾ അടിച്ചപ്പോ തിരിച്ച് റയൽ മാഡ്രിഡ് അടിക്കാൻ തുടങ്ങി. അപ്പോ അല്ല, ഈ 80 മിനിറ്റിന് ശേഷം കഴിഞ്ഞു കഴിഞ്ഞാല് റയൽ മാഡ്രിഡിന് ഭയങ്കര ഒരു പൊട്ടൻഷ്യലാണ്. അതിന്റെ ആ എനർജി ഫുൾ ലെവലിൽ എടുത്തിട്ട് കളിക്കുക. അതന്നെ ഇന്നത്തെ കളിയും കണ്ടത്. അത് കുറെ കളികളുടെ എക്സാമ്പിൾ ആണ് നമ്മളെ. പക്ഷെ റയൽ സൊസിഡാഡ് പറഞ്ഞ അങ്ങനത്തെ ഒരു ടീം ആവുമ്പോൾ അവരതിനനുസരിച്ച് ഒരു നല്ല ഒതുങ്ങി കളിക്കണമായിരുന്നു. 90 മിനിറ്റ് ഫുട്ബോൾ പ്രേമികള് ഒന്നും പറയാനില്ല. ഫുട്ബോൾ പ്രേമികൾ ആസ്വദിക്കാനുള്ള ഒരു കളി. അത് ആര് ജയിച്ചോ ആര് തോറ്റോ എന്നുള്ള വിഷയമല്ല. അത് ബെർണബോയിൽ പോയിട്ട് റയൽ സൊസിഡാഡ് തീയിട്ടു എന്ന് പറയാം. ആ തീനെ വെള്ളമൊഴിച്ച് കെടുത്തി എന്ന് പറയാം റയൽ മാഡ്രിഡ്. ആ ഒരു ഗോൾ നിർഭാഗ്യം വെച്ച ആ ഒരു ഗോള് കാരണം, ഫസ്റ്റ് ലെഗിലത്തെ ഒരു ഗോള് കാരണമാണ് ഇന്ന് തീ അണഞ്ഞത്. റയൽ മാഡ്രിഡിന്റെ കളിയിൽ ഏറ്റവും ശ്രദ്ധേയമായി വിനീഷ്യസ് ജൂനിയർ വിങ്ങിലൂടെ നടത്തിയ അറ്റാക്കുകളാണ് ഒരുവിധം റയൽ സൊസിഡാഡിന്റെ ഡിഫൻസിനും മിഡ്ഫീൽഡിനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കളി എന്ന് പറഞ്ഞാൽ വിനീഷ്യസ് ഫുള്ള് ട്രിപ്പിൾ ചെയ്ത് ഒരുപാട് ഫൗള് ആശാനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ട്രിപ്പിൾ ചെയ്ത് ഗോളിന് അവസാനം ബെല്ലിഹാമിന് ഇട്ട അസിസ്റ്റ് ഉണ്ടല്ലോ, അത് ഒന്നൊന്നര അസിസ്റ്റ് ആയിരുന്നു. വിനീഷിനെ പിടിച്ചു കിട്ടാൻ പറ്റില്ല. വിനീഷ് അമ്മാതിരി സ്പീഡിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സൊസൈറ്റിന്റെ ഒരു കളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുബോനെ പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം വിനീഷ്യസ് ഇപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ കുബോ ഇപ്പുറത്ത് ഒപ്പത്തിന്റെ ഒപ്പം അത്രയ്ക്ക് നല്ല ട്രിബിളിങ്ങും പിന്നെ എല്ലാത്തിലും ഒരു കേവും അസിസ്റ്റും ക്രോസും എല്ലാം അടിപൊളിയായിരുന്നു. കാണാൻ തന്നെ ഒരു രസമായിരുന്നു. പിന്നെ കോർണർ മോസ്റ്റ്ലി എടുക്കുന്നത് ഇതായിരുന്നു. കോർണർ എടുക്കുന്നതിൽ ചാൻസ് ക്രിയേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് അവസാനത്തെ ഒരു ആള് 30-ാം മിനിറ്റിൽ ആളിന് കയറ്റുകയും ചെയ്തു. അത് കാരണം അതിനുശേഷം എന്താ പറയുക അവര് തീരുമാനിച്ചേക്കും, റയൽ സൊസിഡാഡ് തീരുമാനിച്ചായിരിക്കും ഇന്ന് ഡിഫൻസ് കളിക്കാം. ഒരു 30 മിനിറ്റ് ഡിഫൻസ് കളിച്ച് ഗോളൊന്നും വഴങ്ങാതെ പെനാൽറ്റി പോവാ, പെനാൽറ്റിയിൽ ലെക്കില് വിജയിക്കുക. അതായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ ഇത് റയൽ മാഡ്രിഡ് ആണ് മക്കളെ, റയൽ മാഡ്രിഡ് ആണ്, അത് സൂക്ഷിക്കണം. റയൽ മാഡ്രിഡിന് ഗോൾ അടിച്ച താരങ്ങൾ എൻട്രിക് 30-ാമത്തെ മിനിറ്റിൽ, ജൂഡ് ബെല്ലിംഗാം 82-ാമത്തെ മിനിറ്റിൽ, പിന്നെ ചോമനി 86-ാം മിനിറ്റിൽ, പിന്നെ ടോപ്പ് ചെയ്യാനായിട്ട് റൂഡേഗർ 115-ാം മിനിറ്റിൽ എക്സ്ട്രാ ടൈമിലൂടെ വിന്നിംഗ് ഗോളായത് റൂഡിഗറിന്റെ ഹെഡർ. അത് കോർണറിൽ കിട്ടിയ അടിപൊളി ഗോളായിരുന്നു. ഇതില് ഫസ്റ്റ് ഗോള് എൻട്രിക്കിന്റെ, അത് സുന്ദരമായ ഒരു അസിസ്റ്റിലൂടെ എൻട്രിക്കിന് കൗണ്ടർ കിട്ടി. കൗണ്ടറിന് ഗോളിന് ജസ്റ്റ് ചിപ്പ് ചെയ്തിട്ട് ആ ഗോള് ഇടുന്നത് അത് അടിപൊളിയായിരുന്നു. അതിന്റെ മുമ്പ് എൻട്രിക്ക് ഒരു ബൈസൈക്കിൾ ട്രൈ ചെയ്തു. അത് പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ചിട്ട് അടിപൊളിയായിരുന്നു. സെന്റിമീറ്റേഴ്സ് അവ ഗോൾ പോയി, ഓപ്പോസിറ്റ് സൈഡ് കൂടെ പോയി. അത് അടിക്കായിരുന്നു അടിപൊളി ഗോളായിരുന്നു എൻട്രിക്കിന്റെ പേരിൽ. എന്തൊക്കെയാണ് ഈ കോപ്പ ഡെൽ ടോപ്പ് സ്കോറർ 5 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇവരിന്റെ ഒരു ഗോൾ സ്കോറർ ഉണ്ട് ഒലിസബത്ത് എന്ന് പറഞ്ഞിട്ട്, അയാളും 5-5 നിൽക്കുന്നത്. രണ്ടുപേരും 5-ലാണ് നിൽക്കുന്നത്. അത് കാരണം ബെർണബോയില് അടി തിരിച്ചടി ഇതായിരുന്നു ഇന്ന് റയൽ സൊസിഡാഡ് റയൽ മാഡ്രിഡ് മത്സരം ഉണ്ടായിരുന്നത്. 4-4 ഗോള്. പക്ഷെ ഇതിൽ 4 ഗോളില് റയൽ സൊസിഡാഡ് 2 ഗോള്, ഒരു ഗോള് ആൽബയുടെ ഓൺ ഗോളാണ്. അടുത്ത ഗോളും ജസ്റ്റ് ആൽബയുടെ കാലിൽ തട്ടിയിട്ട് ഡിഫ്ലക്ട് ആയിട്ട് പോയ ഗോളാണത്. അങ്ങനെ ആ സമയത്തൊക്കെ ഇവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. റയൽ സൊസിഡാഡ് പരമാവധി അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് അവർക്ക് ആ ഗോളും ആ ഗോളാവാനുള്ള ഓൺ ഗോളും ഗോളാവാനുള്ള ചാൻസ് കിട്ടിയത്. പക്ഷെ ഈ അവസാനത്തെ 30-ാം മിനിറ്റില് ഇവര് ഡിഫൻസ് കളിക്കാൻ നോക്കിയത് ഏറ്റവും വലിയ അടിയായത്. റയൽ മാഡ്രിഡ് ബെർണബോയിൽ ക്വാളിഫൈ ആയി ഫൈനലിലേക്ക്. ഇനി നാളത്തെ കളിയിൽ ആരാണ്? ബാഴ്സലോണ ഓർ അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇനി എൽ ക്ലാസിക്കോ ആവോ ഡെർബി ആവോ? ഇതാണ് ഇപ്പൊ എല്ലാവരും ഇട്ട് നോക്കുന്നത്. നാളെ 11:30 യു എ സമയം 11:30 ഇന്ത്യ സമയം 1 മണിക്കാണ് മത്സരം. ഇതുപോലത്തെ വീഡിയോ ഇനിയും കാണാനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചേരാനായി സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഫുട്ബോൾ ലോകത്തെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.